ഇല്ല, അത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന ഒരു സമ്മർദ്ദം ഉണ്ടായിട്ട് ചെയ്യുന്നതാണ്. സമ്മർദ്ദത്തിന്റെ പുറത്തല്ല. ഞങ്ങൾക്ക് ഇത് മറ്റാരും ദ്രോഹിക്കാനോ വേറെ ഒരു വ്യക്തികളെ, ഞാൻ വീണ്ടും വ്യക്തികളെ അല്ല, അതൊരു സിനിമ അല്ല, അതിപ്പോ അല്ല അങ്ങനെയല്ല. അതിപ്പോ നമ്മൾ നാളെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് വേറൊരു പാർട്ടിക്ക് വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇതൊരു അങ്ങനെ അല്ലാതെ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. ഇതിനെ നന്നായിട്ട് എടുത്താൽ മതി. ഇതിനെ വളരെ നന്നായിട്ട് സിനിമ നമ്മൾ ഉദ്ദേശിച്ച പോലെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും തീർച്ചയായിട്ടും സ്വീകരിച്ചല്ലോ. ജനം സ്വീകരിച്ചിട്ടുണ്ട്. ജനം ഭയങ്കരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടാവും. മൂന്നാം ഭാഗം അല്ല, അങ്ങനെ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ. ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ തന്നെയാണല്ലോ നമ്മൾ എല്ലാവരും ജീവിച്ചു പോകുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ല. പൃഥ്വിരാജും ഞങ്ങളും എല്ലാവരും ഒന്നായിട്ടെടുത്ത തീരുമാനമാണ് ഈ സിനിമ. ആ സിനിമയിൽ ഉണ്ട്, മുരളി ഗോപിയും ഉണ്ട്. ഏതാ? അല്ല, അത് ഏതാ? ഇല്ല, ഞാൻ എന്ന വ്യക്തി മനസ്സിലാക്കുന്നു അതിലൊരു അതൃപ്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ല, അങ്ങനത്തെ കാര്യം അങ്ങനെ ഇല്ല. ഞാൻ സംസാരിച്ചു. അതിനകത്ത് ആരുടെയും സമ്മർദ്ദമല്ല. നമ്മളുടെ ജീവിതയാത്രയിൽ നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും വിഷമം ഉണ്ടായാൽ അതിനെ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. ഗേദപ്രകടനം മുരളി ഗോപിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നോ? 24 മണിക്കൂറിന് അപ്പുറം കഴിഞ്ഞു. മോഹൻലാലിന്റെ അല്ല, അത് ഇനിയും നാളെ അത് ഷെയർ ചെയ്തില്ലെങ്കിലും അതിന് സമ്മതമുണ്ട് എന്ന് വിചാരിക്കുക. താങ്ക് യു. ഓക്കെ, സന്തോഷമായിട്ടിരിക്കുക. വളരെ സന്തോഷം. ജനങ്ങളോട് പറയാനുള്ളത്, പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മളുടെ മലയാള സിനിമയെ മറ്റ് തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ശ്രമമാണ് ഈ സിനിമ ഇത്രയും സ്പെൻഡ് ചെയ്ത് എടുത്തിരിക്കുന്നത്, ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള വിജയങ്ങൾ സമ്മാനിച്ചാൽ മാത്രമാണ് ഇനിയും ഫ്യൂച്ചറിലും ഇതുപോലുള്ള സിനിമകൾ നിർമ്മിക്കാൻ പറ്റുള്ളൂ, സഹകരിക്കാൻ പറ്റുള്ളൂ. എല്ലാവരോടും സഹകരിക്കാം. അങ്ങനെ പറയല്ലേ. നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ തന്നെയാണ് ജീവിക്കേണ്ടത്. സന്തോഷം.